വീട്ടിലെ പ്രസവത്തിന് പിന്നാലെ യുവതി മരിച്ച സംഭവം ഭർത്താവ് അറസ്റ്റിൽ എന്ന് പറഞ്ഞിട്ട് മനോരമ ന്യൂസിൽ വന്ന ഒരു വാർത്തയാണിത്. ഇതാണ് വാർത്ത. അപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഭർത്താവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അയാളെ ഒരിക്കലും കുറ്റം പറയത്തില്ല. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ അകത്ത് കുറ്റവാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വീട്ടുകാരാണ്. അതായത് ഇതുപോലെയുള്ള ഒരു അന്ധവിശ്വാസിക്കൽ ഒരു വേട്ടാവളിയനെന്നേ പറയാൻ പറ്റുള്ളൂ. ഇദ്ദേഹത്തിന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക, 7 പ്രസവം വരെ കാത്തിരിക്കുക, എന്നിട്ടിപ്പോഴും ആ യുവതിയുടെ ജീവനും കൂടി പോയിരിക്കുകയാണ്. ഇപ്പോൾ 2 ദിവസം മുമ്പ് ആ ഒരു സംഭവത്തിൻ്റെ ഇടയിൽ ആങ്ങള എന്ന് പറയുന്ന സഹോദരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നിട്ട് ഇങ്ങനെ വിങ്ങി വിങ്ങി പറയുന്നുണ്ട്. അതായത് ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നിമിഷം വേണം. അല്ലെങ്കിൽ ഇത്രയും ഒരു എന്താ പറയേണ്ടത്, ഈ ഒരു ചെങ്ങാതിൻ്റെ കൂടെ സഹോദരീനെ അയക്കുമ്പോൾ ഇനി നിന്റെ കൂടി അയക്കുന്നില്ലടാന്ന് പറഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നൂടെ? അല്ലാതെ ഈ 7 പ്രസവം വരെ കാത്തു നിൽക്കേണ്ട ആവശ്യമുണ്ടാവും. 1ാമത്തെ പ്രസവം 2ാമത്തേതോ 3ാമത്തേതോ 4ാമത്തേതോ 5ാമത്തേതോ ഒക്കെ ആകുമ്പോൾ തന്നെ നിങ്ങൾക്കെല്ലാം മനസ്സിലാവില്ല ഇവൻ്റെ കയ്യിലിരിപ്പ് എന്താണ്, അല്ലെങ്കിൽ ഇവൻ എങ്ങനെയുള്ള വ്യക്തിയാണ് എന്ന് ഏകദേശം മനസ്സിലാവുമല്ലോ. അല്ലാതെ നമ്മളൊന്നും ഇത് കണ്ണുപൊട്ടന്മാരൊന്നുമല്ലല്ലോ. ഏകദേശം നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് എങ്ങനെയാണ് പോകുന്നത്, ഏത് ലെവലിലാണ് പോകുന്നത് എന്ന് കൃത്യമായിട്ടറിയാം. എന്നാൽ അക്യൂപഞ്ചർ എന്ന് പറയുന്ന ഒരു ചികിത്സാ രീതിയാണ് ഇയാൾ ഉപയോഗിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ കെട്ടിച്ച് വിടുമ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കുക. ഇങ്ങനെയാണെങ്കിൽ ആ കുട്ടിയെ എന്ത് ചെയ്യുക, അതിനെ പിന്നീട് നിങ്ങൾ തിരിഞ്ഞു കാണൂല എന്ന് വിചാരിക്കുക. ഇങ്ങനെയുള്ള അന്ധവിശ്വാസികളുടെ കൂടെ, അതായത് അമിതമായിട്ട് എന്ന് പറയുന്ന അന്ധവിശ്വാസം പുലർത്തുന്ന എല്ലാം അത് ഏതായാലും ശരി കേട്ടാ, ഇനി ഹിന്ദു മതമായാലും ക്രിസ്ത്യൻ മതമായാലും അതുപോലെ തന്നെ മുസ്ലിം മതമായാലും ഏത് മതമായാലും ശരി, ഈ അന്ധവിശ്വാസികളുടെ കൂടെ ജീവിക്കുക അല്ലെങ്കിൽ അന്ധവിശ്വാസികളുടെ കൂടെ ഒരു ഇതാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടാണ്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹവും അന്ധവിശ്വാസിയാണ്, ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും അന്ധവിശ്വാസിയാണ്. അതായത് ഭാര്യ അതുകൊണ്ടാണ് പറയുന്നത് ഇദ്ദേഹം നല്ലൊരു വ്യക്തിയാണ്, നല്ല മനുഷ്യനാണ്, എനിക്ക് ചികിത്സ തന്നിട്ടുണ്ട് എന്നൊക്കെ ആ ഒരു സ്ത്രീ മരണപ്പെടുന്നതിന് മുന്നേ വരെ പറയണമെങ്കിൽ അവരും നല്ല രീതിയിലുള്ള അന്ധവിശ്വാസിയാണ്. അവർ കൃത്യമായിട്ടെന്ന് പറഞ്ഞത് അവരെ നല്ല രീതിയിൽ ഇവനൊക്കെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ടാകും. ഇതുപോലെ ഒരുപാടെണ്ണം ഇപ്പോഴും ഉണ്ട്. പനി വന്നു കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോകത്തില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ക്യാൻസർ വരെ മാറുന്ന ഇവർ പറയുന്നത്. അതായത് എന്തോ ഒരു വെള്ളം കൊടുത്താൽ ഇല്ലെങ്കിൽ മറ്റൊരു തലോടിൽ അടി കഴിഞ്ഞാൽ ക്യാൻസർ വരെ മാറും. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇതിനിടയ്ക്ക് ഞാനൊരു പരിപാടി കണ്ടു. അതിൻ്റെ അകത്ത് പോകുമ്പോഴേക്കെന്ന് വെച്ചാൽ ഒരാളിങ്ങനെ എഴഞ്ഞെഴിഞ്ഞ് വരുന്നത്, അവസാനം എന്ന് പറഞ്ഞാൽ അയാൾ ഒരു വടിയോട് ഇങ്ങനെ തട്ടിയപ്പോഴെന്ന് അയാൾ നേരെ നടന്നു പോകുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പരസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് കാണുമ്പോഴേ എല്ലാവരും എന്താ വിചാരിക്കുമോ, എൻ്റെ മോനെ ഇതൊരു സംഭവം തന്നെയാണ്. എന്നിട്ട് എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്കൊന്നും ഒരു പരീക്ഷിക്കാം. അങ്ങനെ ആശുപത്രിയിലേക്ക് പോകാനുള്ള ചെലവും കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ട് പല ആൾക്കാരും പോകുന്നത് എവിടെയാണെന്നറിയാം, സ്വാമീൻ്റെ അടുക്കോ ഉസ്താദിൻ്റെ അടുക്കോ ഇല്ലെങ്കിൽ വേദങ്ങും കത്തനാട് അടുക്കോ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. അവിടെ പോയിട്ട് എന്തെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും മരുന്നോ വെള്ളമോ എന്തെങ്കിലും അവർ കൊടുത്തു കഴിഞ്ഞാൽ വലിയ സമാധാനവും സന്തോഷവുമാണ്. എനിക്ക് പറയാനുള്ളൊരു കാര്യമുള്ളൂ, നമ്മൾ ആശുപത്രിയിൽ പോകേണ്ടത് ആശുപത്രിയിൽ തന്നെ പോകണം, അല്ലാതെ വേറെ എവിടെയും പോകരുത്. ആൾക്കാർ ഇവിടെ പലതും പറയും, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നടൻ സിദ്ദിഖ് അതുപോലെ തന്നെ അബി ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതിയായ ചികിത്സ കിട്ടാത്തതുകൊണ്ട് മരിച്ച സിനിമാ താരങ്ങളാണ്. പിന്നെന്ന് പറഞ്ഞാൽ ജിഷ്ണു രാഘവൻ, അദ്ദേഹവും അതുപോലെ തന്നെയാണ്. എന്തൊക്കെയോ ആരൊക്കെയോ പറയുന്നതിൻ്റെ പുറകെ പോയിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹം തൊലച്ചു എന്ന് ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഫാദർ തന്നെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള പ്രാകൃതമായിട്ടുള്ള, ഞാൻ പറഞ്ഞില്ല, എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ മാത്രമാണ് നമ്മളെല്ലാവരും എവിടെയാണ് ചെലവ് കുറഞ്ഞിട്ട് ഇത് കിട്ടുക. എന്തെങ്കിലും ഒരു വലിയൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ അതാണ് ചിന്തിക്കുന്നത്. കാരണം ലക്ഷക്കണക്കിന് രൂപ നമ്മുടെ കയ്യിൽ എടുക്കാനില്ല, അല്ലെങ്കിൽ ഇത് ആരോട് ചോദിക്കും. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും മാറിക്കിട്ടണം ഇത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും സന്യാസിമാരെയും അല്ലെങ്കിൽ എന്ന് പറയുന്ന ഇതുപോലെയുള്ള ഈ ഉസ്താദുമാരെയും പള്ളിയിലച്ചന്മാരെയും ഒക്കെ നമ്മൾ സമീപിക്കുന്നത്. അത് അവർ കൃത്യമായിട്ട് മുതലെടുക്കുകയും ചെയ്യും. അതാണ് ഇനി കഷ്ടകാലത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ്റെ കാര്യം തന്നെയാണ്. പിന്നെ അവനാ രാജാവ്. ഇത് സാക്ഷ്യം പറയാനും അതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരും ഉണ്ടാകും. നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്ക് തോന്നുന്നത്, ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ പറഞ്ഞില്ല, ആ വീട്ടുകാരുടെ പ്രശ്നം തന്നെയാണ്. ആ സഹോദരനൊന്നും ഒരു തരത്തിലൊരു കണ്ണീര് പൊഴിക്കേണ്ട ഒരു അധികാരം പോലുമില്ല. അതായത് ആ 7 മക്കൾക്ക് അമ്മയില്ലാണ്ടായി, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഈ പഹയനൊന്നുമില്ല, ഇവൻ പോയിട്ട് അടുത്ത കല്യാണം കഴിക്കും, അത്രയേ ഉള്ളൂ. കാരണം ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരും ഉണ്ട്. ഇവരൊക്കെ സമൂഹത്തിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ബഹുമാനമാണ്. കാരണം എല്ലാവരെയും വിചാരം എന്താ വെച്ചാൽ ഇവരൊക്കെ ദൈവമെന്ന് എല്ലാവരെയും വിചാരമാടുന്നത്. ഒരു കാര്യം പറയാം, നിങ്ങളുടെ മക്കളെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയോ വെച്ചിട്ടാണ് ഇവന്മാർ കളിക്കുന്നത്. സ്വന്തം ജീവനൊന്നും വെച്ച് കളിക്കത്തില്ല. സ്വന്തം ജീവനുണ്ട്, എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിമിഷം ഇവർ ആശുപത്രിയിലേക്ക് ഓടും. അതാണ് മനസ്സിലാക്കേണ്ടത്. പണ്ടൊരു മോഹനം വൈദ്യുണ്ട് ഇതുപോലെയാണ്, സകല എണ്ണത്തിനെയും കുറ്റം പറയും. അവസാനം എന്ന് പറഞ്ഞാൽ അറ്റാക്ക് വന്ന് വെച്ചപ്പോൾ ആശുപത്രിയിൽ തന്നെ പോണ്ടി വന്ന് അത് രക്ഷപ്പെടുമോ നോക്കാൻ വേണ്ടി പോയതാണ്. അങ്ങനെ പല ആൾക്കാരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ നമ്മളെ ഇടയിലുണ്ട്. അതിലെന്ന് പറഞ്ഞ് എല്ലാവരും കണക്കാണ്, ഒരാളെ മാത്രം നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.
അതുകൊണ്ട് ഇങ്ങനെയുള്ള വേട്ടാവളിയന്മാർ, ഇങ്ങനെ അന്ധവിശ്വാസികളായ വേട്ടാവളിയന്മാർക്ക് നിങ്ങളെ സഹോദരിയെയോ മകളെയോ അല്ലെങ്കിൽ ബന്ധുക്കളെയോ വിവാഹം കഴിപ്പിച്ച് അയക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, അവരെ അങ്ങ് മറന്നേക്കുക. അല്ലാതെ തിരിച്ചു വന്നാൽ വന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ തിരിച്ചു വരുന്നുള്ള ഉറപ്പൊന്നുമില്ല. അവനൊക്കെ എന്ത് ചെയ്യുക, എങ്ങനെയാ ചെയ്യുക എന്നൊന്നും പറയാൻ കഴിയില്ല. ഇവിടത്തെ ഇത് തന്നെയല്ലേ സംഭവിച്ചത്. അതായത് ആ സ്ത്രീ പ്രസവിച്ചിട്ടും അവരുടെ ആന്തരിക അവയവങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പുഴുവരിച്ച നിലയിലാണെന്നാണ് പറയുന്നത്. അത്രയും ദ്രോഹം ചെയ്തിട്ടുണ്ട് ഈ മനുഷ്യൻ. എന്നിട്ടും അവരെ ആശുപത്രിയിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ മറ്റുള്ളതിന് ഒന്നും പോയില്ല. കാരണം എന്താ, ഇദ്ദേഹത്തിൻ്റെ ആ ഒരു വിശ്വാസം, ഇദ്ദേഹത്തിൻ്റെ ആ ഒരു തലയിൽ വന്നിരിക്കുന്നത് മുഴുവൻ എന്ന് പറഞ്ഞാൽ അതാണ്. ആ സ്ത്രീയും അതിനുവേണ്ടി നിന്നു കൊടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തൊക്കെയായി കഴിഞ്ഞാൽ ഇനി അറസ്റ്റ് ചെയ്തിട്ടോ പിടിച്ചിട്ടോ ഒന്നും കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, കുറേ നാളേക്കും ഇവനങ്ങിറങ്ങി പോവായിരുന്നു. അല്ലാതെ ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ഇതാകുമെന്ന് എനിക്കറിയില്ല കേട്ടാ. അതിനൊരു ചികിത്സേൻ്റെ പേരും ഉണ്ടായിരുന്നു. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭ്രാന്താവുമായിരുന്നു. എന്നിട്ട് സഹോദരങ്ങളായാലും മറ്റുള്ളവർ, അവർക്കൊക്കെ എന്താണ് ദുഃഖിക്കേണ്ട ആവശ്യം? എന്താണ്? ഒരു ദുഃഖത്തിൻ്റെ ആവശ്യമില്ല അവർക്കൊന്നും. അവരൊന്നും ഇത് അന്വേഷിച്ചിട്ടില്ലല്ലോ. ഇത്രയും നാളായിട്ട് അവർ അന്വേഷിച്ചാ ആരെങ്കിലും തിരിഞ്ഞു നോക്കി എങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ എന്താണ് സംഭവം എന്ന് ആരെങ്കിലും തിരിഞ്ഞു നോക്കിയോ? ഇല്ലെങ്കിൽ ഇവനെ പിടിച്ചു കെട്ടിയിട്ടെങ്കിലും, ഇല്ലെങ്കിൽ ഒന്നാമത്തെ പ്രസവം, രണ്ടാമത്തെ പ്രസവം, മൂന്നാമത്തേതോ നാലാമത്തേതോ വരുമ്പോൾ ആൾക്കാർക്ക് അറിയില്ലേ ഇവനെ പോലെയുള്ള ഒരു അന്ധവിശ്വാസികളുടെ കൂടെ തൻ്റെ സഹോദരി സുരക്ഷിതയല്ല, അല്ലെങ്കിൽ ഇവനെ പോലെയുള്ള ഒരു അന്ധവിശ്വാസികളുടെ തൻ്റെ മകൾ സുരക്ഷിതയല്ല എന്ന് കൃത്യമായിട്ട് അറിയില്ലേ? പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇവനെ പോലെയുള്ള ആൾക്കാരുടെ കൂടെ വീണ്ടും വീണ്ടും കല്യാണം കഴിപ്പിച്ച് അയക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, എൻ്റെ പൊന്നു മക്കളെ, ഇങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും പെണ്ണ് കാണാനോ അല്ലെങ്കിൽ വല്ലതിനോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി എതിർക്കുക. അതേ രക്ഷയുള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞത്, ചില സന്യാസിമാർ എന്ന് പറഞ്ഞാൽ ആ സന്യാസി സമൂഹത്തിൽ നിന്ന് തന്നെയാണ് കല്യാണം കഴിക്കുക. കാരണം എന്താ വെച്ചാൽ ഇവരുടെ ആ രഹസ്യങ്ങളുടെ വേറെകൾ അറിയേണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. അല്ലാതെ വേറെ കഴിവോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ കഴിവുണ്ട് എന്ന് നമ്മൾ പറഞ്ഞറിയിക്കുന്നതാണ്. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വൈദ്യർ പോയിട്ട്, ഒരു വൈദ്യരെടുക്കാൻ നമ്മൾ പോയിട്ട് അയ്യോ ഭയങ്കര നടുവേനാന്ന് പറഞ്ഞു പോകും. അത് കഴിഞ്ഞിട്ട് അത് മാറും. അത് മാറിക്കഴിഞ്ഞാൽ നമ്മളൊരു 25 ആളോട് ഇത് പറയും. അതായത് നമ്മുടെ നടുവേന മാറി ചിലപ്പോൾ എങ്ങനെയോ ആയിരിക്കും. അത് നമ്മൾ 25 ആളോട് പറയുമ്പോൾ അയാൾക്ക് നല്ല ഫെയിമായി അയാൾ. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ ഒരാൾക്ക് എന്തെങ്കിലും ഒരു സുഖമായി കഴിഞ്ഞാൽ ആ നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെയാണ്. എല്ലാവരും അവർക്ക് വേണ്ടിയിട്ടാണ് പിന്നീട് പരസ്യം ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇദ്ദേഹവും. ആശുപത്രിയിൽ പോകാതെ ഇദ്ദേഹം പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ വിടാനേ പാടില്ല. മനസ്സിലാക്കണം, അത്രത്തോളം ദ്രോഹമായിട്ടുള്ള ഒരു പരിപാടിയാണ് ചെയ്തത്. അതുപോലെ കുടുംബക്കാർക്ക് ദുഃഖിക്കാനുള്ള ഒരു അവകാശവും ഇല്ല. സന്തോഷിക്കുക എല്ലാവരും സന്തോഷിക്കുക, അതാ വേണ്ടത്. ഇത്രയും നാളെന്താ തിരിഞ്ഞു നോക്കിയിട്ടില്ല? ഇത്രയും നാൾ ആ ചക്രശ്വാസം വലിക്കുന്ന തിരിഞ്ഞു നോക്കാതെ ഇപ്പോഴും വന്നിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നു അതോ പത്രമാധ്യമങ്ങളുടെ മുന്നിലും അതുപോലെ തന്നെ ടെലിവിഷനുകളുടെ മുന്നിലൊക്കെ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ കുറച്ച് ഉളുപ്പില്ലേ വീട്ടുകാരെ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. വളരെ മോശം തന്നെ. ഒരിക്കലും എന്ന് പറഞ്ഞാൽ വീട്ടുകാരെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. ഇയാളെക്കാറ്റിയും വലിയ തെറ്റ് ചെയ്ത ആ വീട്ടുകാരാണ്. ഇവരെ പോലെയുള്ള ഒരു വേട്ടാവളിയുടെ കൂടെ അയച്ചത് വലിയ തെറ്റ് തന്നെയാണ്. ഏതായാലും നിങ്ങളെല്ലാവരും ഒന്ന് ആലോചിക്കുക, എന്നിട്ട് എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്ത് നമ്മളെ വീഡിയോ ഒക്കെ. നന്ദി, നമസ്കാരം.